മണക്കുന്ന ഭയങ്കര സ്മെല്ല് ആരല്ലോ ഭയങ്കര. ഓ എന്താ അതേടാ എനക്കിട്ടെന്നെ താങ്ങിക്കങ്ങള് അതല്ല ഞാനൊന്നൊരു പണിയില്ലാതെ റൂമിലിങ്ങനെ ഇരിക്കുന്നത് ഓഫീസിലാവുമ്പോൾ എന്തെങ്കിലും ഞാൻ ഇൻസ്റ്റാളൊക്കെ പോവാലോ. കമ്പനിയിൽ ഇപ്പം പുതിയ ഇന്റർവ്യൂ ഒന്നും വിളിക്കുന്നില്ല. പിന്നെ നിങ്ങൾ എന്തായാലും നല്ലോണം പഠിക്കും ഇവിടെ ഇരുന്നിട്ട് PSC എന്തായാലും കിട്ടും. എന്നാൽ ശരി, ഞാൻ പോയിട്ട് വരും, വൈകുന്നേരം കാണാം. നല്ല അടിപൊളി മത്തിയാ വായിക്കാം. നല്ല ചെറിയ എന്താ മത്തിനാ, നല്ല അടിപൊളി മത്തി, ചോമ്പാൽ, പുതിയ ഫ്രഷ്. നല്ല മീനാ, നല്ല മീനാ. 1 കിലോ 60, 1/2 കിലോ 50. അതായത് മായിക്കാ അതായത് ചോമ്പാൽ ഫ്രഷ്. അല്ല നമ്മൾ ഷൈനു അല്ലത്. ഷൈനു എല്ലപ്പം രാവിലെ റൂമിൽ ഇൻസേർട്ടിലാക്കിയിട്ട് ഇറങ്ങി പോരുന്ന ഓഫീസിലേക്കാന്നല്ലേ ഞാൻ വിചാരിച്ചേ. ഇതിപ്പോ മീൻപുക്കാണല്ലോ ഇങ്ങോട്ട് വരുന്നത്. എന്താ നമ്മളെ കണ്ടിക്കില്ല ഒന്നും പറയണ്ട, നമുക്ക് തിരിച്ചു പോവാം. റൂമിലെത്തട്ടെ. അയില പൊരിച്ചതുണ്ട്, കരിമീൻ വറുത്തതുണ്ട്. ഭക്ഷണം കഴിച്ച് കിടക്കുന്നായിരിക്കും അല്ലേ? നല്ലൊരു മീൻ ബിരിയാണി കഴിച്ചു. നല്ല ഗംഭീര ചോമ്പാൽ ഫ്രഷ് മീൻ ബിരിയാണി. എന്താ അതിന്റെ ടേസ്റ്റ്? ഉച്ചയല്ല, ഇനിയല്ലേ ഞങ്ങളെ ഇത്രയും കാലം പറ്റിച്ചോണ്ടിരിക്കുന്നത്. ഇനിയിപ്പോ രാവിലെ ഇൻസിഡന്റിലാക്കിട്ട് ഓഫീസിലെല്ലാം മറ്റേ മീൻ വെക്കുമല്ലോ പോകുന്നത്. നമ്മളെ പറ്റിക്കുന്നല്ലേ? അതേടാ, ഒരു പണിക്കും പോകത്തിങ്ങളാ. 4 നേരം പോറ്റി വളർത്തുന്ന നിങ്ങൾ എന്നെ തന്നെ പുച്ഛിക്കും. മീൻ വെക്കുന്നത് കുറവായിട്ടല്ല ഞാൻ നിങ്ങളോട് പറയേണ്ടത്. കുറവായിട്ടാണെങ്കിൽ ഞാൻ ഈ പണിക്ക് പോകില്ല. ഞാൻ മീൻ വിറ്റിട്ട് ഞങ്ങൾ എൻ്റെ കൈ റൂമിൽ കഴിയുന്നത് നിങ്ങൾക്ക് മനസ്സിലായാൽ അത് നിങ്ങൾക്കൊരു വിഷമാവും. അത് വിചാരിച്ചിട്ടാ, അല്ലാണ്ട് ഞാൻ വേറെ നിങ്ങളെ പറ്റിക്കണ്ടിട്ടല്ല പറഞ്ഞത്. അത് നിങ്ങൾ മനസ്സിലാക്കും. എന്നിട്ട് നിങ്ങൾ എന്നെ പുച്ഛിക്കണം.